സത്യം പറഞ്ഞാൽ ആനയോ കടുവയോ അല്ലെങ്കിൽ വന്നിയോ കുരങ്ങോ ഒന്നുമല്ല ഞങ്ങളെ ഉപദ്രവിക്കുന്നത്. ഞങ്ങള് തെരഞ്ഞെടുത്ത് വിട്ട ഞങ്ങളുടെ ജനപ്രതിനിധികളാണ് ഞങ്ങളെ ഉപദ്രവിക്കുന്നത്. ഞങ്ങൾ തെരഞ്ഞെടുത്ത് വിട്ട ഞങ്ങളുടെ മന്ത്രി, ഞങ്ങളുടെ മുഖ്യമന്ത്രി ഞങ്ങൾക്ക് വേണ്ടിയിട്ട് സംസാരിച്ചവരെ ചീത്ത, ഞങ്ങൾക്കെതിരെ കേസ്. ഞങ്ങളുടെ ബന്ധുക്കള് മരിച്ചിട്ട് അവിടെ കണ്ണുനീരോടെ നിൽക്കുമ്പോൾ ഞങ്ങളെ ആക്ഷേപിക്കും, പാടും, കൂത്താടും. അവരാണ് ഞങ്ങളെ ഉപദ്രവിക്കുന്നത്. ഇന്ന് കൃഷിക്കാരെ സംരക്ഷിക്കാനാണെന്ന് പറഞ്ഞ് വയനാട്ടിൽ ഹർത്താൽ നടത്തുന്നു. ഇവർക്ക് നാണമില്ല. കൊണ്ട് 20 MP പാർലമെന്റിന് മുമ്പിൽ 20 രാജ്യസഭയിലും കൂടി പാർലമെന്റിന് മുമ്പിൽ പോയി ധർണ നടത്തും. ഈ MP നിങ്ങൾ എടുക്കാത്ത പണി എടുത്തിട്ട് 1972 നിയമം ഉണ്ടാക്കിയവരെ ഞാൻ കുറ്റം പറയും. അത് കാലാനുസൃതമായിട്ട് പരിഷ്കരിക്കാനായിട്ട് നരേന്ദ്രമോദി സർക്കാർ 2021 സംയുക്ത പാർലമെന്ററി സമിതി രൂപീകരിച്ചു. ആ പാർലമെന്ററി സമിതിക്ക് എന്റെ MP രാജ്മോഹൻ ഉണ്ണിത്താൻ എഴുതി കൊടുത്ത എഴുത്താണ്. കേരളത്തിൽ 20 MP അത് രാഹുൽ ഗാന്ധി അടക്കം ആരും ഒന്നും എഴുതി കൊടുക്കും. ഈ 72 ഭേദഗതി ചെയ്യുമ്പോൾ ഇവരുടെയൊക്കെ മണ്ഡലത്തിലുള്ള സാധാരണ കൃഷിക്കാരുടെ പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ ഇതുവരെ അറിയാനിട്ടൊന്നുമല്ല. ഞങ്ങളുടെ കർഷക സമിതി നേതാക്കള്, ഈ കത്തോലിക്ക കോൺഗ്രസ്, ഞങ്ങളുടെ മെത്രമാര് വർഷങ്ങളായിട്ട് ദശകങ്ങളായിട്ട് നിത്യം പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ MP അറിയാഞ്ഞിട്ടാണ്. ആരും ഒന്നും എഴുതി കൊടുത്തില്ല. എഴുതി കൊടുത്തത് ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ. ഇയാൾ എന്നത് എഴുതി കൊടുത്തതെന്നറിയാം. വനം വന്യജീവി നിയമം കർശനമാണ്. ഇത് ഇംഗ്ലീഷിലുള്ളതാണ്. ഇത് 2 പേരാണ്. ഇതിന്റെ ട്രാൻസ്ലേഷൻ അല്ല ഞാൻ ഉണ്ണിത്താനെ നേരിട്ട് വിളിച്ച് പ്രതിഷേധിക്കുകയൊക്കെ ചെയ്തതാണ്. ഇതിനകത്ത് ഈ മനുഷ്യൻ എഴുതി കൊടുത്തിരിക്കുകയാണ് ആനകളുടെ ജനസംഖ്യ വല്ലാതെ ഇവിടെ ആള് ദിവസം തോറും ആന ചവിട്ടി കൊന്നോണ്ടിരിക്കുക. ആന ശല്യം കാരണം ഒരു സാധനം കൃഷി ചെയ്യാൻ പറ്റുന്നില്ല, ഞങ്ങൾക്ക് ഇവിടെ ജീവിക്കാൻ പറ്റുന്നില്ല. അപ്പൊ ഞങ്ങളുടെ MP വേതന 2021 ആനയുടെ എണ്ണം ആണ് ഇയാളുടെ ഒരു വേദന. അതുപോലെ പറയുന്നത് കൃഷിക്കാര് വെർമിനായിട്ട് പ്രഖ്യാപിക്കേണ്ട ജീവി വർഗങ്ങളുടെ എണ്ണം കൂടുതലാക്കിപ്പോയി. അങ്ങനെ വെർമിനായിട്ട് പ്രഖ്യാപിക്കാൻ പാടില്ല, എഴുതി കൊടുത്തിരിക്കുന്നു. അതുപോലെ തന്നെ എഴുതി കൊടുത്തിരിക്കണം സാധാരണ പോലീസിനും ഫോറസ്റ്റ് കേസ് എടുക്കാനായിട്ടുള്ള അവകാശം, അനുവാദം കൊടുക്കും. ഇതുകൊണ്ടൊക്കെ എഴുതി കൊടുത്ത ഈ വിഡ്ഢിയായ MP പിന്നീട് അയാളത് പിന്നീട് തിരുത്തിയിട്ടെന്ന് കാര്യം. ഞാൻ ചോദിക്കും, നിന്ന് ആ ധർണ ഇരിക്കുന്നവർ കൃഷിക്കാരന്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് 72 നിയമം 2022 ഭേദഗതി ചെയ്തപ്പോൾ ഇവരെന്തു ഭേദഗതി നിർദ്ദേശിച്ചു? ഞാൻ ചോദിക്കുകയാണ്, നിങ്ങൾക്ക് ലജ്ജയില്ലേ? കേരളത്തിൽ നിന്ന് പോയിരിക്കുന്ന, അത് ഇടതുപക്ഷമായിക്കോട്ടെ വലതുപക്ഷമായിക്കോട്ടെ, ഇനി BJP MP ഞാൻ കുറ്റം പറയുന്നില്ല, കാരണം അവര് സുരേഷ് ഗോപിയുള്ള ഇപ്രാവശ്യമാണ്. നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് അതിലെന്തു ഭേദഗതി നിർദ്ദേശിച്ചു? അല്ലെങ്കിൽ നിങ്ങളുടെ മണ്ഡലത്തിൽ വന്നിട്ട് നിങ്ങളുടെ ആൾക്കാരെ വിളിച്ചു കൂട്ടിയിട്ട് എന്താണ് നിങ്ങൾക്ക് ഈ നിയമം പോലുള്ള പ്രശ്നങ്ങൾ, എന്താണ് നമുക്ക് വന്യജീവികളെ സംരക്ഷിക്കാൻ ചെയ്യേണ്ടത്, നിങ്ങൾ എന്ത് ആലോചന നടത്തി? ഒരാലോചന നടത്തിയില്ല. ഇവിടുന്ന് ഞങ്ങൾ കൊടുത്ത വണ്ടിക്കൂലിക്ക് അവിടെ ട്രെയിനിലും കയറിപ്പോയി, അവിടുന്ന് സുഭിക്ഷമായിട്ട് ഭക്ഷണം കഴിച്ചു, അവിടുന്ന് ഇങ്ങോ പോന്നു. ചെയ്തയാള് ഇത്ര ഉപദ്രവവും കൂടെ ചെയ്തു വെച്ചു. ഇതാണ് ഞങ്ങളുടെ ജനപ്രതിനിധികൾ ഞങ്ങൾക്ക് വേണ്ടിയിട്ട്. ഇനി ഞാൻ ചോദിക്കുന്നത്, രാഹുൽ ഗാന്ധി അടക്കമുള്ള MP നിങ്ങൾക്ക് നാണമില്ലേ? ആന ചവിട്ടിക്കൊന്ന ഒരു പാവത്തിന്റെ വീട്ടിൽ അയാളുടെ മക്കളുടെ കൂടെ വന്നിരിക്കുക. ആരാണ് ഈ മനുഷ്യൻ കൊല്ലപ്പെടാൻ ഉത്തരവാദി? എന്റെ കൈപ്പിഴ കൊണ്ട് എന്റെ ഉത്തരവാദിത്വം ഏൽപ്പിച്ച് സംരക്ഷിക്കാനായിട്ടും നിയമം നിർമ്മിക്കാനായിട്ടും ഈ രാജ്യത്തെ ജനങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ട നിയമ ഭേദഗതി നിർമ്മിക്കാനായിട്ട് കൊണ്ടുപോയിട്ട് ഞാൻ പാർലമെന്റിൽ പോയില്ല, അവിടെ ചെന്ന് ഇരുന്നില്ല, മുഴുവൻ സമയം കറങ്ങി നടന്നു. പല ദിവസങ്ങളിലും പാർലമെന്റിൽ ഹാജരായില്ല. എന്റെ ഉത്തരവാദിത്വം ഞാൻ നിർവഹിച്ചില്ല. അതിനും പുറമെ ഈ ഭേദഗതി വന്നപ്പോ എന്റെ അഭിപ്രായങ്ങൾ, എന്റെ മണ്ഡലത്തിലുള്ള സാധാരണക്കാരുടെ ജനങ്ങളുടെ അഭിപ്രായം ഞാൻ പാർലമെന്റിൽ ഉന്നയിച്ചില്ല. അതും ചെയ്തില്ല. എന്നിട്ട് പോന്നിട്ട് നമ്മുടെ കൂട്ടത്തിന് ഞങ്ങള് ഇത് അന്നത്തെ KPCC പ്രസിഡന്റിനും പ്രതിപക്ഷ നേതാവിനും ബാക്കി MP പരാതികൾ അറിയിച്ചതാണ്. അവരാരും ഒരു നടപടികൾക്ക് പോലും മനസ്താവപ്പെടുകയോ ചെയ്തില്ല. എന്ന് മാത്രമല്ല, അതിന് ശേഷമെങ്കിലും ഒരഭിപ്രായം തിരുത്തി കർഷകരെ സംരക്ഷിക്കണം, അല്ലെങ്കിൽ മനുഷ്യജീവന് ഭീഷണിയാകുന്ന കാര്യത്തിൽ കൃത്യമായി പെട്ടെന്ന് സത്വരമായ നടപടികൾ എടുക്കാനുള്ള സംവിധാനങ്ങൾ ഓരോ കർഷകരും സ്വന്തം കൃഷിയിടത്തിലും മൃഗം കയറാതെ സംരക്ഷിക്കാനുള്ള അവകാശം അവനുണ്ടെന്ന് പറയാൻ എന്തെങ്കിലും കേന്ദ്ര സർക്കാർ സ്വീകരിക്കണമെന്നില്ല. എന്തെങ്കിലും നിർദ്ദേശം വെക്കാൻ ഇവർക്ക്. ഇത് ചെയ്യാതെ സ്വന്തം ഉത്തരവാദിത്വത്തിന്റെ കേടുകൊണ്ട് മാത്രം, കയ്യിലിരിപ്പിന്റെ കുഴപ്പം കൊണ്ട് മാത്രം ഒരു മനുഷ്യൻ മരിച്ചിട്ട് ആ മനുഷ്യന്റെ വീട്ടിൽ പോയി ആശ്വസിപ്പിക്കാനാണെന്നും പറഞ്ഞ് ഇരുന്ന് ഫോട്ടോ എടുക്കാൻ. ഒരാൾ മരിച്ചു, അയാൾ മരിച്ചത്, അയാളെ എല്ലും കൊട്ടും പെറുക്കി അതിനകത്ത് എന്തെങ്കിലും കച്ചവടം കിട്ടുമെന്ന് നോക്കാൻ നിങ്ങൾക്ക് നാണമില്ലേ എന്നാണ് എനിക്ക് ചോദിക്കാറ്. വയനാട്ടിലെ മനുഷ്യൻ ആരെ എത്തിക്കോന്ന് അവന് ജീവിക്കാൻ വരാം, കൂടി വിറ്റാൻ വില കിട്ടുകയില്ല, സാമ്പത്തികമായിട്ട് തകർന്നു. ഇന്നിപ്പോ അവനെ വഴിയെ നടക്കാൻ കൂടെ മനസ്സമ്മതിക്കും. പോക്കിരിത്തരം കാണിക്കുന്നതിന് അതിന് വേണ്ടത് ഇവിടെ ഞങ്ങളെ ആന ചവിട്ടി പോകുന്നു. ഇനി ഞങ്ങളുടെ മക്കൾക്ക് സ്കൂളിലും പോകണ്ട, ഞങ്ങൾക്ക് ഭക്ഷണം കഴിക്കേണ്ട, ഞങ്ങളുടെ ഇന്നത്തെ ഒരു ദിവസത്തെ തൊഴിൽ മൊത്തത്തിൽ തടസ്സപ്പെട്ടു. ഞങ്ങളുടെ നാടിനെ ഒരു ദിവസം കൂടെ പുറകോട്ട്.
ഇപ്പൊ തന്നെ 25 വർഷം പുറകിലാണ് നിങ്ങളുടെ ഭരണത്തിന്റെ മെച്ചം. അതുകൊണ്ട് ഞാൻ പറയുന്നത് ആന ചവിട്ടി പോകും, ഞങ്ങളെ ഏൽപ്പിച്ചാൽ മതി, ഞങ്ങൾ നോക്കിക്കോളാം. ആന കയറി വരാതിരിക്കാൻ ഞങ്ങൾക്കറിയാതെ. ഞാൻ പറഞ്ഞില്ല, ആന വീഴുന്ന വഴിത്താരയിൽ കിണറുകൾ നോക്കിയിടാൻ ഞങ്ങളെ അനുവദിച്ചാൽ ഒരു ആനയെ ഞങ്ങൾ വരികയില്ല. കാരണം ആന മലയുടെ മണ്ടയ്ക്കൂടെ ഒന്നും കയറി വരില്ല, ഞങ്ങൾക്കറിയാം. ആന താരയുണ്ട്, അതിലൂടെ വരും. അവിടെ കർഷകരുടെ ഭൂമി സന്ധിക്കുന്നവർ ഒരു മുഴുത്ത കിണർ കുത്തിയിട്ട് ആനയിനകത്ത് വീഴും, അതിനെ ഞങ്ങൾ പിടിച്ചോണ്ട് പോകും. അല്ലാതെ ആന അവിടെ കിണർ കുത്തി വെച്ചാൽ ആന ഇപ്പുറത്തോടെ വട്ടം കിടക്കും, അത് മൂടിയിട്ടാൽ മതി, ആനയിനകത്ത് കുത്തിയിട്ടു. അപ്പൊ പിന്നെ ഞങ്ങൾ ആരെയും ചവിട്ടിക്കൊണ്ടില്ല, ഫോറസ്റ്റിന് ചെയ്യാവും. ഇനിയും സർക്കാരിന് ചെയ്യാവുന്ന വേറൊരു കാര്യം. അപ്പൊ ഞാൻ പറഞ്ഞത്, ഈ പ്രതിപക്ഷത്തിന്റെ സമരം വെറും വേഷം കെട്ടലാണ്, ഞങ്ങളെ കളിയാക്കലാണ്, ഞങ്ങളുടെ മരണം വിറ്റ് വോട്ടാക്കാവുന്ന ഈ നീചന്മാര് പരിശ്രമിക്കുക. ഞാൻ സത്യമായിട്ടും പറയും. ഇനി നിങ്ങൾ എന്തുകൊണ്ട് ഇവരെ തോൽപ്പിക്കുന്നില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ആരെ ജയിപ്പിക്കേണ്ടത്? ഇത് എല്ലാരും ഞങ്ങൾക്കെതിരാണ്. എല്ലാ സംവിധാനങ്ങളും നമുക്കെതിരായാൽ പിന്നെ മിണ്ടാതിരിക്കുക എന്നുള്ളതേ ഉള്ളൂ. അല്ലെ ഞങ്ങൾ ഇനി കർഷകർ വേറൊരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുന്നു. ഇതിനുള്ള സംഘടിത ശേഷി, സാമ്പത്തിക ശേഷി, പ്രവർത്തിക്കാനുള്ള സമയം ഒന്നുമില്ല. അതുകൊണ്ട് രാഷ്ട്രീയക്കാരോട് ഞങ്ങൾ പറയുന്നു, നിങ്ങൾ ഈ സമര ആഭാസങ്ങളൊന്നും നിങ്ങൾ നിയമങ്ങൾ തിരുത്തുക. പാർലമെന്റ് ഉണ്ട്,